Papa രാവിലെ പാലത്തമ്മ കയറി ഇരിക്കുന്നില്ല. Hey, another beautiful morning guys. Look, the sky in winter in New Zealand. ഈ സ്റ്റേക്ക് വെച്ചിട്ട് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് സ്റ്റേക്ക് അല്ലേ കാട്ടി തരാറ്. ഇന്ന് ഞാൻ സ്റ്റേക്ക് വെച്ചിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ഒരു ചൈനീസ് സ്റ്റിർ ഫ്രൈ. വലിയ വഴക്കൂടി പോയ ആളാ രാവിലെ. ഞാൻ മൈൻഡ് ആക്കണില്ല ഗൈസ്. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും സൂത്രം കാട്ടി തരാട്ടാ. നമ്മളെ കണ്ടിട്ടുണ്ട്, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല നോക്കിക്കോ. ഇത് നമ്മുടെ ഒരു വാർഡ്രോബാണ്. ഞാൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആക്കിയിടും. ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ഫ്ലൈറ്റിൽ ഉറങ്ങി നിൽക്കാറാകുമ്പോൾ അവരിങ്ങനെ ചെറിയ ലൈറ്റിങ് ഇട്ടിട്ടാണ് പെട്ടെന്ന് ലൈറ്റിങ് ഇങ്ങനെ ഓണായി വരിക. അതേപോലെ ഇവരെന്നെ നമ്മൾ രാവിലെ വിളിക്കാൻ വരുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് വരെ ഞാൻ ലൈറ്റ് ഇങ്ങനെ ഓണാക്കിയിട്ടിട്ട് പിന്നെ ലൈറ്റ് ഇടും. സോഫ്റ്റായിട്ട് ഓണാക്കാനുള്ള വേറെ ലൈറ്റ് ഇല്ലാത്ത കാരണമാണ് these lights. Good morning. 5:07. Ajma. Irma. Irma എണീക്കില്ല കേട്ടോ. സ്കൂളിൽ പോണ ദിവസം ഇർമ എണീക്കില്ല. സാറ്റർഡേ സൺഡേ ആദ്യം എണീക്കും. ഓ എസ്മേ ഏറ അപ്പുറത്തെ മുറിയിലൊന്നും മൈറ കിര പ്ലസ് കോ കുക്ക് ഷവർട്ടാ എന്നിട്ടാ ഓ 2 പേർക്ക് രാവിലെ സൈക്കിളിന് കാറ്റടിക്കില്ല പണി. ഏയ് ഇറമ ഇവിടെയുണ്ട്. ഗുഡ് ഗേ അമ്മ 5:07 ആയിട്ടുണ്ട് കേട്ടോ. എണീറ്റോട്ടാ. Had a good sleep last night everybody. Thank you for that. That was a good sleep. ഇർമ എത്തുമോട്ടാ ഓ നോക്കണ്ടിട്ടാ. ഒരു ഉമ്മ കൊടുത്തേ, ഒരു മുട്ട് കൊടുത്തേ ചേച്ചിക്ക്. എനിക്കല്ല ഉമ്മ. ഗുഡ് ഗേൾ ഇർമ. ഒരു മുട്ട് കൊടുത്തേ, മുട്ട് അച്ചുമ്മനൊരു മുട്ട് കൊടുത്തേ. മുട്ട് എന്നാ അച്ഛമ്മ മുട്ടടാ. അതെ അച്ചോ അതെന്തായിരുന്നു അത്? കുഞ്ഞിപ്പല്ലുണ്ടല്ലോ, നല്ല രസമുണ്ട്. അപ്പോഴേക്ക് അത് സ്റ്റീൽ ഇതിൻ്റെ അടുത്ത്. ഒരു മുട്ട് കൊടുത്തേ ചേച്ചിക്ക്, ഒരു മുട്ട് കൊടുത്തേ. ആരാ അപ്പിട്ടുണ്ടല്ലോ? ആരാളത്? ഗുഡ് ഗേൾ ആരാ? മുട്ടേ അടിച്ച മുട്ടേ ഒരു മുട്ട തന്നെ. മുട്ടേ ഗുഡാ. ഞങ്ങൾ മുട്ട് വീട്ടിൽ കിട്ടിയില്ല അവിടെ കാണിച്ചപ്പോൾ. മുട്ട് കിട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് പോവാം. റെഡി ബുംപാ. അവക്കിടാൻ പഠിക്കുന്നത്. ലെറ്റ്സ് ഗോ. ബിഗ് ടങ് ഏറമ. ഹാ 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 എസ്മേ ഹാ. പപ്പ രാവിലെ പാലത്തമ്മ കയറി ഇരിക്കുന്നുണ്ടല്ലോ. ഏയ് അവിടുന്ന് എനിക്ക് വായോ. ആ അപ്പിക്കുണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആദ്യം. അമ്മയുടെ തൊടയിൽ വെച്ചിട്ട് നന്നായിട്ട് നിരക്കുന്നുണ്ട് കേട്ടോ. എച്ചപ്പാ ഏറമാ, ഞാൻ ആ ബെഡ് വിരിച്ചിട്ടെ. ഇതൊക്കെ എൻ്റെ പണിയാണേ രാവിലെ. പിന്നെ രാവിലെ പണിയെടുക്കണത് പറയണ്ടേ? നീ കണ്ടിട്ടില്ലേ രാവിലെ ചേച്ചിമാർ നാട്ടിലേക്ക് എന്ത് സ്കൂളിലേക്ക് കുട്ടികളെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നു. അയ്യോ ഇന്ന് രാവിലെ എന്ത് പണിയായിരുന്നു എന്ന് അറിയാം. 5 മണിക്ക് എഴുന്നേറ്റ് പയർ കറി വെച്ചു, ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുത്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്കൂളിലെ കുട്ടികളെ ഇതാക്കി എന്നൊക്കെ പറയില്ല. നീ ഇത് കേൾക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നീ കേട്ടിട്ടുണ്ടോ? നീ അത് അങ്ങനെ പറയണം. ഇന്ന് പഴയ പോലെ അല്ല എൻ്റെ കൂടെ. നമ്മൾ ജേസു റിസേർട്ടൊന്നും കയറില്ല. ജേസു മനസ്സിലായോ? നമ്മൾ പറയണം. പറഞ്ഞാലേ ആൾക്കാർക്ക് കേൾക്കുള്ളൂ, മനസ്സിലാവുള്ളൂ. മനസ്സിലായാ? ചിലത് പറയണം, ചിലത് പറയും. അതൊക്കെ ഓഫ് ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ? ഏത്? അത് ഓഫ് ചെയ്യണോ? അത് നിനക്ക് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഗൈസ്. ഇനി എന്തിട്ട് ഓഫ് ചെയ്യണ്ടേ? ഫോണാ? ഓക്കെ. പാതി പടിക്കെട്ടുന്നു പാമ്പു ഫടമെടുത്തു ചേറ്റി നിന്നതൊരു വേലയായി മറക്കാൻ. ചെട്ടിമളിക്കണ വട്ടാളം മട്ടിമളിക്കണ പൊട്ടേളം മുട്ടി തിരക്കണ വട്ടാളം മട്ടി തിരക്കണ പൊട്ടേളം കെട്ട
That was a cool one, Esmuta. That was so cool. Te, 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 te. Ah! That was a good one, Esmay. ചേച്ചി കൊടുക്ക് ആ എയർ അടിക്കണത് നോക്കുക ഇനി എന്നെ എപ്പോഴാണോ അടിക്കാന്ന് എന്നാ നിന്നെ അടിക്കാം മുടി തിന്നണ്ട എനിക്കറിയാം കുട്ടിക്ക് സ്കില്ലും സ്വയമായിട്ട് മൊഴി ഒക്കെ ടട പഠിപ്പിച്ചു തരും ഇത് കഴിയണ്ട മുട്ട പൊരിക്കലൊക്കെ തുടങ്ങാണ് ഇനി പണിയാണ് നിങ്ങളുടെ തന്ത വെറും തണ്ടിയാണ് ഫോട്ടോ ടൈം നമ്മ അടക്കം ഫോട്ടോ എടുക്കാം നമുക്ക് എല്ലാവരും എടുക്കാം ഫോട്ടോ ടൈം ഗായ്സ് 3 2 1 ഗോ വാ ഓ ചാരി ഇരുന്നോട്ടോ മാഡത്തിന് എപ്പോഴും ചാരാൻ ഒരാൾ വേണം ബാക്കിൽ ചാരിയാ വാ പാരസൈറ്റ് കം എസ്മേ ലെറ്റ്സ് ഗോ നിന്നെ കാണാൻ നമ്മുടെ നാട്ടിലെ ജേഴ്സി പശുവിൻ്റെ പോലെ ഉണ്ട് അങ്ങനെയല്ല എൻ്റെ ഉടുപ്പിൻ്റെ നീ ഉടുപ്പിൻ്റെ കളർ നോക്കിയ നീ പിങ്ക് ആണോ ഇത് എവിടെ പിങ്ക് ഇതിലെവിടെ നിന്റെ ചുണ്ടിന്റെ കളറല്ലല്ലോ ഇവിടെ ചോദിച്ചത് ഇത് എവിടെ പിങ്ക് ആവണത് ആ ഈ കളറ് പശുക്കള് ഇങ്ങനെ നിൽക്കണ നീ കണ്ടിട്ടില്ലേ ഞാൻ നിന്നെ പശു എന്ന് വിളിച്ചപ്പോൾ നിനക്ക് തോന്നിയാ എന്നാ നീ എന്നെ മൂരിന്ന് വിളിക്കേ Another good morning from here. A beautiful breakfast time. ഇങ്ങോട്ട് വരണ്ട അവിടെ വന്നാൽ മതി എന്നാ നീ കഴിക്കാം ആദ്യം നീ ഡാട്ടയുടെ മേലൊക്കെ വെച്ച് തേച്ചോളാം ഇവിടെ ഇരുന്നാ ഡാട്ടയുടെ കൈ നീളാൻ പറ്റണം ഡാട്ടയുടെ കൈന് അങ്ങനെ പ്രത്യേകത ഉണ്ട് ഒക്ടോപ്പസിന്റെ പോലെയാ 360 yeah okay there we go your breakfast now good girl Lashmi so ഇന്ന് ഇവർക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു egg ആണ് കേട്ടോ ഒരു egg കുറച്ച് ക്രീം good girl Irma you standing good Ira Lashmi അതിലെല്ലാം സാധനങ്ങൾ ഓക്കെ അല്ലേ മൂക്കട്ടെ എങ്ങനെ സൈഡിലേക്ക് എത്തി no don't pick that one no you stay here okay കുട്ടി കഴിച്ചോ good girl so they get approximately 2 to 3 grams of protein അതവിടെ കുറച്ച് സൈഡിൽ ഇരുന്നോട്ടെ കുഴപ്പമില്ല കുട്ടി സൈഡിലുള്ള വൃത്തിയാക്കലാണ് സഹിക്കാൻ പറ്റത്തത് ഭയങ്കര വൃത്തിയാണ് അമ്മയുടെ പോലെയാണ് മുഖത്ത് ഫുഡ് ഇരുന്നാലൊന്നും പറ്റില്ല എന്നാ good girl good eating Irma so thank you for watching us eating breakfast in the morning thank you for the egg day thank you for the egg ചൂട് റെഡി ആക്കാനാ why you hot കുട്ടികൾക്ക് തണുക്കാണ്ടിരിക്കുന്നവരാണ് അതേ പടിക്ക് ഇറങ്ങി പോകണം ഓൾറെഡി കല്യാണിലേക്ക് പോകുന്നുണ്ട് കല്യാണിലേക്ക് AC റൂമിലേക്ക് എന്ന് പക്ഷെ ഭയങ്കര തണുപ്പില്ല ഓക്കെ ഇറ്റ്സ് നോട്ട് ടു കോൾഡ് ടുഡേ പേര് എഴുതട്ടെ നവീൻ പ്രിങ്ങുവിൻ്റെ പേരെന്താന്ന് കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ ചോദിച്ചു കുറേ പേർക്ക് അറിയില്ല എന്ന് AELWYD Aylward that's her name Aylward Alice Job അതാണ് പ്രിങ്ങു അല്ലേ പ്രിങ്ങു പ്രിങ്ങുന്ന് മറ്റേ ബൊക്കെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഹോ അമ്മ ലെറ്റ്സ് ഗോ സിഗാർ മാമി ഇത് എവിടെ നിന്ന് വടി കിട്ടിയേ വായിൽ വലിയ കല്ല് തുപ്പത് എൻ്റെ മോളെ ഇങ്ങോട്ട് ഇതൊക്കെ പേര് എഴുതുമ്പോ കല്ല് 1 പോയി വായിലേക്ക് കമാ ഇങ്ങോട്ട്
No. No. Another beautiful morning, guys. Look, the sky in winter in New Zealand. Beautiful morning. Hi, hi, hi. Hi, hi, hi. Hi പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ടീഷർട്ട് തിരിച്ചിട്ട്. ഓക്കെ, കുട്ടി ബേബിനെ വെച്ചാൽ അവിടെ പ്ലീസ്. ആ, ഗോൾഡ, ഏഷ്മേ. ആ എന്നാ പിടി. കീലേരി അച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നീ അവിടെ. കീലേരി. ആ, ഫാമിലി ആണോ? പോ. ഗോൾഡ, നവീൻ, എയിൽവിഡ്, എസ്മെ, എയ്റ ആൻഡ് ഇതിന്റെ ട്വിൻസ്. ഓ, ഇത് പുതിയ പേരാണല്ലോ. ലഫ്ലി. രാവിലെ പോലീസ് വരുന്നുണ്ട്. ഏതോ കള്ളന്മാരുണ്ട് ഇവിടെ, അതാണ് കള്ളന്മാർ. രാവിലെ അവരെന്നെയൊക്കെ കൊണ്ടുവിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിൽ നമ്മുടെ സ്റ്റേക്ക് ഇരിക്കണില്ലേ. അപ്പോൾ ഈ സ്റ്റേക്ക് വെച്ചിട്ട് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് സ്റ്റേക്ക് അല്ലേ കാട്ടി തരാറ്. ഇന്ന് ഞാൻ സ്റ്റേക്ക് വെച്ചിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ഒരു ചൈനീസ് സ്റ്റിർ ഫ്രൈ. ചൈനീസ് എപ്പോഴും ഈ ബീഫ് സ്റ്റിർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുതു നല്ല സോഫ്റ്റായിട്ട് വീർത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് കാട്ടി തരട്ടെ. എന്നിട്ട് ആ പ്രോസസ്സ് വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് വേറൊരു സംഗതി ഉണ്ടാക്കാം, നമ്മുടെ ഇന്ത്യൻ സാധനം. ഓക്കെ, സോ ടുഡേ ബീഫ് സ്റ്റേക്ക് ഇൻ ചൈനീസ് സ്റ്റൈൽ. ലെറ്റ്സ് സീ ദിസ് ഈസ് ഗോയിങ് ടു ബി മാർവലസ്. ഞാൻ കഴിഞ്ഞ ദിവസം കത്തിയുടെ വീഡിയോ കാട്ടിയ പോലെ തന്നെ നോക്കിയേ, കത്തി എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മൂർച്ച കൂട്ടുക കേട്ടോ. അത് ഞാനൊരു റിമൈൻഡർ പോലെ കാണിക്കണമെന്നേ ഉള്ളൂ. മേക്ക് ഷുവർ you do 20 times, then you will see your knife always sharp, beautifully sharpeniyo. Okay, so നമ്മുടെ ഇന്നലത്തെ സ്കോച്ച് ഫില്ലറ്റ് you slice you. Okay, then we go against the grain. ചെറിയ സ്ലൈസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അവർ കണ്ടിട്ടില്ല ഇങ്ങനെ സ്റ്റിർ ഫ്രൈക്ക് ഇങ്ങനെ ആക്കണത്. ഇത്ര ഫാറ്റുള്ള പീസല്ല അവർ എടുക്കുക. നമുക്കിപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു കുൽസ് ചെയ്ത് ഒപ്പിക്കാം. കത്തിയുടെ മൂർച്ചയുണ്ട് ഞങ്ങൾ. ഓക്കെ, ഇത് നമ്മുടെ ബീഫ് പോണു കേട്ടോ. കുറച്ച് ബീഫ്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്താണ്? ഒരു ലേശം ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡ ആക്ച്വലി ഇതിൻ്റെ ഉള്ള മോയ്സ്ചറിനെ ഹോൾഡ് ചെയ്യും. മനസ്സിലായ? ഇനി നമ്മുടെ എന്തൊക്കെയാണോ മാരിനേഷൻ വേണ്ടത് വെച്ചെങ്കിൽ ആ മാരിനേഷൻ ആഡ് ചെയ്യുക. സോയ്, സെസമി ഓയിൽ, കുറച്ച് MSG അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക്, സം ഓയിസ്റ്റർ സോസ്, സം സോൾട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇതിനെ ഒന്ന് മസാജ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ച് കോൺഫ്ലോർ. ഈ എൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെൽവെറ്റിംഗ്. ഞാനിവിടെ കുറച്ച് കാലം ഒരു ചൈനീസ് ഷെഫിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളി ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇത് വീഡിയോയിൽ കാണിക്കാഞ്ഞെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ഇന്ന് ഞാൻ സത്യം പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇത് ഓർത്തത്. അയ്യോ, ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ. ഇനി ഒരു അരമണിക്കൂർ കൂടെ ഇതിനെ മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അരമണിക്കൂർ കൊണ്ട് നമുക്ക് തുണിയൊക്കെ മടക്കാൻ കുറച്ച് പരിപാടികളല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല ചെമ്മീനുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്ത ഒരു ഫാമിലി അവരുടെ വർക്ക് ചെയ്തിരുന്ന ഫാക്ടറി അടച്ചുപൂട്ടി പോയല്ലോ. അപ്പോൾ ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന അവർ സെല്ല് ചെയ്തിരുന്ന കുറേ പ്രോൺസും കുറേ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു. അതിൽ 5 പാക്കറ്റ് പ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് പ്രോൺ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം നമുക്ക്. ഇതേ അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീനെല്ലാം ഇവിടെ ഇതിൻ്റെ മെയിൻ തുണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തലയും വാലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തലേൻ്റെ ഉള്ളിലുള്ള നെയ്യും കാര്യങ്ങളെല്ലാം നന്നായി ഒലിച്ചിറങ്ങി നമ്മുടെ സോസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തല വേണ്ട വെച്ചെങ്കിൽ തല എടുത്ത് നിങ്ങൾ കളഞ്ഞോ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീൻ്റെ ബാക്കിലുള്ള അഴുക്ക്, അതായത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഉള്ളവരെന്നെ നല്ലതായിട്ട് ഒരെണ്ണുള്ളത് എവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാട്ടാ. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് കളഞ്ഞില്ല വെച്ചെങ്കിൽ ക്യാൻസർ വരും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ ആന മയിലൊട്ടൊക്കെ ഉണ്ടാവുന്നൊന്നും ഒരു ആനയും ഉണ്ടാവില്ല, മയിലും ഉണ്ടാവില്ല കേട്ടോ. ഇത് നിങ്ങൾ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് കളയാറില്ല. പിന്നെ ഇത് തിന്നുകൊണ്ട് സ്പെഷ്യൽ കൈൻഡ് ഓഫ് അലർജി ഉണ്ടാവുന്നില്ല. ഇത് മൊത്തത്തിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബിറ്റർനെസ് കൂടുന്നേ ഉള്ളൂ. ആക്ച്വലി യു ക്യാൻ ഈറ്റ് ദിസ്, ദർ ഈസ് നത്തിങ് റോങ്. അല്ല ഇത് നിങ്ങൾക്ക് ഭംഗി കുറവാണ്, അഴക് കുറവാണ്, അളഹാണ്, രാക്ഷസിയാണ് വെച്ചെങ്കിൽ യു ക്യാൻ റിമൂവ് ദിസ് ആൻഡ് ഐ എം നോട്ട് റിമൂവിങ് ആൻഡ് ദിസ് ഈസ് ഫോർ ടു നൈറ്റ്. ഓക്കെ, ഒരു 10 മിനിറ്റ് തുണിയുണ്ട് നമ്മുടെ ബീഫ് ശരിയാവാനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് തുണി
കുറച്ച് തുണി എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ മെഷീനിൽ എടുത്ത തുണി കേട്ടാ. ഇതിലധികം ഇല്ല കാര്യം പറഞ്ഞാൽ. ഒരു 2 കൊട്ട തുണി മുകളിലിരിക്കുന്നുണ്ട്. 2 അല്ല 1 തോന്നുന്നു. ബാക്കി ഒരു കൊട്ട ഗോൾഡ അലക്കി. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണം കേട്ടാ. പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് ദ ബെസ്റ്റ് ബ്ലെസ്സിങ്സ്. അറ്റ്ലീസ്റ്റ് വി ഗോട്ട് സംതിങ് ടു ഡു. ഐ ജസ്റ്റ് ക്രൈ മോൺ, അയ്യോ പണിയെടുത്തേ. ഐ എം ജസ്റ്റ് മേക്കിംഗ് ഫൺ ഓഫ്. ഐ ക്യാൻ ചൂസ് നോട്ട് ടു ഡു but I do because I love it. Just finished my workout for the day. Coming still, energy level is up, so make use of it. After this what we do, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ഉണ്ടാക്കി കഴിക്കുന്നു. 1/4 മണിക്കൂർ പവർ നാപ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പ്രിങ്ങൂന് സ്വിമ്മിങ് ഉണ്ട്. അത് കാരണം നമുക്കിന്ന് 3 മണിക്ക് പവർ നാപ്പ് കിട്ടില്ല. അപ്പോൾ പ്രിങ്ങൂനെ സ്വിമ്മിങ്ങിന് പോയി തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ചെമ്മീൻ കുക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും കിടുതാപ്പുകൾ വരുന്നു. അവർക്ക് ഡിന്നർ കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഒരു ബഹളമായാണ്. Then we shower them, then we sleep. Maybe watch a movie. എഡിറ്റിങ് കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കിട്ടി. പിന്നെ ഈ ആഴ്ച മുതൽ ഇനി നമ്മുടെ വെള്ളിയാഴ്ച വീഡിയോൻ്റെ ഒരു വീഡിയോ നമുക്ക് കുക്കിങ്ങൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങണം. കുക്കിങ്ങിനൊക്കെ ഭയങ്കര വ്യൂ കുറവാണ് എന്ന് മാത്രമല്ല, Saturday, Sunday, Friday, not many people are watching video nowadays. If you look into it, കാരണം എല്ലാവരും വീക്കെൻഡിൽ ഇപ്പോൾ ബിസിയാണ്, which is a good thing. Stop watching TV and my channel. Just go outside, spend the time with the family, go eat outside. That is a good thing. That culture is coming, that's good. So make use of it. Don't go outside and get, thinked up with alcohol and just a little bit കഴിക്കുക, then come back. Monday to Friday, go to work, come back, then watch my channel. Okay. So that's it. ഈ ഷർട്ടൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട 1 മാസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സോ വി ഗോ ആൻഡ് കുക്ക്. സോ അതൊരു ഒരു വെസ്റ്റേൺ കൾച്ചറായിരുന്നു. നമ്മുടെ അവിടെയൊക്കെ വളരെ കുറച്ച് കാശുള്ളവർ മാത്രമാണ് പണ്ട് പുറത്ത് പോയിരുന്നത് അല്ലേ. കാശുണ്ടെങ്കിൽ മാത്രമേ തൃശ്ശൂർക്ക് പോയിട്ടൊരു ദോശ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു ദോശ കഴിക്കാൻ പോകണം എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞതും ഞങ്ങളെന്നൊക്കെ സ്കൂൾ വെക്കേഷൻ്റെ സമയത്തൊക്കെ മറ്റേ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കൂടുമ്പോഴേക്കാണ് ടൗണിലേക്ക് കൊണ്ടുപോകുക. അന്ന് മേടിച്ച് തന്ന പപ്സൊക്കെ ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ആൾക്കാർ ചിരിക്കും പ്രിങ്ങുവിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നോ പോയിൻ്റ് ഓഫ് പുട്ടിങ് എ ഗുഡ് എഫേർട്ട് വീഡിയോ. അപ്പോൾ പക്ഷേ അതിനെ ഞാൻ എങ്ങനെയൊന്ന് മാറ്റാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ. അപ്പോൾ ഇനി മുതലുള്ള കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് കുക്കിംഗ് വീഡിയോ ഗോയിങ് ടു ബി ഓൺലി 5 to 7 minutes വീഡിയോ ആയിരിക്കും മിക്കവാറും. സ്മോൾ സ്റ്റിൽ ഐ ഡൂ ദാറ്റ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം. എന്ന് മാത്രമല്ല ഡെയിലി വ്ളോഗ്സിൽ കുക്കിംഗ് ഇസ് ഓൾവേസ് ആൻഡ് ഈസി ബിക്കോസ് ഡെയിലി വ്ളോഗ്. ഓക്കെ, സോ കുക്കിംഗ് കോൾഡേക്ക് ദേഷ്യമുള്ള മറ്റൊരു പണിയാണ് ഇത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞിട്ട് പോവാം. അങ്ങനെ മടക്കി വെക്കണത് അവൾക്ക് ഇഷ്ടമല്ല. മടക്കി വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് വെച്ചുകൂടെ എന്ന് ചോദിക്കും. എനിക്കാണെങ്കിൽ അവളെ ഇങ്ങനെ കുണയ്ക്കാതെ ഇരിക്കാനും പറ്റില്ല. ഫണ്ടി ഫോള ദിസ് ഫോള നൊക്കട്ട്. ആൻഡ് മൈ ബീഫ് ഈസ് റെഡി. നൗ സ്റ്റിർ ഫ്രൈ. രാവിലെ മുട്ട പൊരിച്ച പാനാണ് കേട്ടാ. എന്നോട് ആരും മെസ്സേജ് അയച്ചു നിങ്ങൾ ഈ പാനൊന്നും കഴുകില്ലെന്ന്. നോ, മുട്ട ഓയിൽ. ആൻഡ് ദിസ് പാൻ ഇസ് ഗോണ ഗെറ്റ് ഹോട്ട് നിയർലി 200 degrees centigrade. ഇതിലേക്ക് വേറെ അഴുക്കും പെട്രോളും മണ്ണെണ്ണയും ഒന്നും വീണിട്ടില്ലാത്ത കാരണം, അതായത് ടോക്സിൻ ഇല്ലാത്ത കാരണം, വെൻ യു ഹീറ്റ് ഇറ്റ് അപ്പ് ദേ ഓൾ ഗോ. ഇറ്റ്സ് എ നോൺ സ്റ്റിക്ക് പാൻ. വാട്ട് യു ക്യാൻ ആക്ച്വലി ഡു ഇഫ് യു ആർ റിയലി കൺസേൺഡ്, ലെസ് വാഷ് ചെയ്യുക പാൻസ്. ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, അത് തുടച്ച് കളയുക. ഞാൻ തുടച്ച് കളയാത്തത് ഇതിൽ എൻ്റെ ബട്ടർ ഉണ്ടേ, ആ ബട്ടർ പോകാണ്ടിരിക്കാനാണ്. ആൻഡ് ലുക്ക് ദിസ് പാൻ ലുക്സ് ബ്യൂട്ടിഫുൾ. ദേ ഈ പാൻ പുകഞ്ഞു തുടങ്ങി, നല്ല ചൂടായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ബാക്ടീരിയ ഉണ്ടാവുന്ന? ഒരു ബാക്ടീരിയ ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ, കുറച്ച് ഓയിൽ, എൻ്റെ ഒലിവ് ഓയിൽ തീർന്നു പോയി. ഈ ബീഫ് വീർത്ത് വരഞ്ഞ് കണ്ടോട്ടോ നിങ്ങൾ. അതാണ് ചൈനീസ് ഇത് ഇങ്ങനെ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം. ഇപ്പം ഞാൻ ഇട്ടേക്കാളും കണ്ട ബീഫ് വലുതായി വരുന്ന കാണണ്ട നിങ്ങൾക്ക്. ഞാൻ ഫോക്കസിലേക്ക് കൊണ്ടുവരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആക്ച്വലി കഴുകി കളഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം കാട്ടിത്തരാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന്. കണ്ട, സാധാരണ ബീഫ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് ചെറുതാവുമല്ല ചെയ്യുക, ഇത് വലുതാവുക ചെയ്യുക. ആണ് ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലേ, ആഡ് സം ചിക്കൻ സ്റ്റോക്ക്. നോക്കിയാൽ അതിൻ്റെ പോഷൻ വന്ന് നോക്കി ഞങ്ങളിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി വെക്കും കേട്ടോ. പക്ഷെ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ആ ഒരു സോഡയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു കളി ഉണ്ടില്ലേ.
അതാണ് ചൈനീസ് ഫ്രൈഡ് റൈസ് നമ്മൾ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ ഇങ്ങനെ വീർത്തിരിക്കണം. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓൾമോസ്റ്റ് 6 minutes ഓഫ് കുക്കിംഗ് ഇസ് റെഡി നൗ. നൗ വാട്ട് യു ഡു, ഒരു ലേശം നമ്മുടെ ഒരു ചില്ലി സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ സം സ്പ്രിംഗ് ഓണിയൻ. ഡൺ, ബീഫ് റെഡി. ആൻഡ് ദെർ വി ഗോ. ഇതൊക്കെ എൻ്റെ പോർഷൻ കണ്ട വീർത്ത് വരണേ. And we eat. So good. So ഇന്നത്തെ ടേക്ക് ഫോർ ദ ഡേ, നിങ്ങൾക്ക് ബീഫ് നല്ല ടെൻഡർ ആക്കി. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ മെച്ചൂർ ചെയ്യാത്ത ബീഫിന് ഇങ്ങനെ ആക്കി എടുക്കാട്ടാ, ഈസിയാണ്. എങ്ങനെയാണ് ഈ ബീഫ് ടെൻഡർ ആക്കുക എന്ന് ചോദിക്കാറുണ്ട്. ട്രൈ ദിസ് ആൻഡ് മേക്ക് ഷുവർ ഒരിക്കലും 20 അല്ലെങ്കിൽ 30 മിനിറ്റിനേക്കാളും കൂടുതൽ ഇതാക്കരുത് കേട്ടോ. ബീഫ് മാരിനേറ്റ് ചെയ്യരുത്. ഭയങ്കര വായലിടുമ്പോൾ ഇങ്ങനെ ഈ പായൽ തിന്നണ പോലെ ഇരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതിൻ്റെ ആ ഒരു ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബീഫിൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടമല്ല. ചൈനീസ് ലവ്. എനിക്ക് നമ്മുടെ റിയൽ ബീഫിൻ്റെ ആ ഒരു ഇഷ്ടം. എനിക്ക് എപ്പോഴും കഴിക്കുമ്പോൾ ഒരു ഫേക്കായിട്ട് തോന്നും. പിന്നെ ബേക്കിംഗ് സോഡ കഴിക്കുമ്പോൾ ബ്ലോട്ടിംഗ് ഉള്ള ആൾക്കാരുണ്ട് എൻ്റെ പോലെ. എനിക്ക് ബ്ലോട്ട് ചെയ്യും. കോൺഫ്ലവർ എനിക്ക് ബ്ലോട്ട് ചെയ്യും. വല്ലപ്പോഴും ട്രൈ ചെയ്യാന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതൊരു ബ്യൂട്ടിഫുൾ വേ ഓഫ് ഈറ്റിംഗ് ബീഫ്. വെരി സോഫ്റ്റ്. കടയിൽ നിന്ന് ബീഫ് വെച്ചിട്ട് ആഡ് ചെയ്യുക, ബേക്കിംഗ് സോഡ ഇടുക. ഇനി അത് കഴുകി കളയാൻ വേണമെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം. എന്നിട്ട് മാരിനേഷൻ ഇടുക, സ്റ്റിർ ഫ്രൈ ചെയ്യാം. ഇത് ടെൻഡർ ആണോ അറിയാൻ നോക്കിയോട്ടാ. കണ്ടാ കണ്ടോ 2 മണി മൈ പവറിനെ. അപ്പോൾ എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയാം ഇങ്ങനെ ഒരു 1/2-3/4 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങാൻ. എനിക്ക് രാത്രി ഉറങ്ങണേക്കാളും ഭയങ്കര ഇഷ്ടമാണ് മൈ പവർ നാപ്പ്. ഓക്കെ ഗൈസ്, ഐ സീ യു ആഫ്റ്റർ മൈ പവർ നാപ്പ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. പവർ നാപ്പ് കഴിഞ്ഞു കേട്ടോ. മെയിൻ ആളെത്തിയിട്ടുണ്ട് ഇവിടെ. ഓഫ് കോഴ്സ്. നിന്നെ ഞാൻ സ്വിമ്മിങ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ എപ്പോഴാണ് പവർ നാപ്പ് ചെയ്യുന്നത്? ഡാടിക്ക് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ സ്കൂസ് ചെയ്യണം. ഞങ്ങൾക്ക് കൊണയടിച്ചിട്ട് ഇരുന്നാൽ മതി, മനസ്സിലായ? എനിക്ക് ഉറങ്ങാനുള്ള ഞാൻ ഉറങ്ങണം. ഇതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് നീ ഉറക്കോ? മടിയിലിരുത്തിട്ട് ഉറക്കുക. ഇന്നെന്താ കഥയൊന്നുമില്ലേ സ്കൂളിൽ? ആ എന്ന് പറഞ്ഞോളെ. നീ പിടിക്കണോ? ഞാൻ വണ്ടി ഓടിക്കുക. മൂന്ന് ലൈക്ക് പറയാൻ പറ്റില്ല, ഒരു ലൈക്കിൽ തീർക്കണം. ഇത് വീഡിയോ കാണാണ്ടിരിക്കുന്ന സമയമുണ്ട്. ഒരു blocks ആണ് അത്. Where you make it and then you take it out. Yeah, and then like I was trying to make it in the box and then accidentally hit my friend, so I said sorry. After that she put it on me and then we kept on doing it and then we all played it. After that she accidentally hit me on the lip and then I started crying. Yeah, because it hurted a lot and there's a bump. നീ ഒരു ഏറമ്മയാ? എവിടെ ബമ്പ്? എവിടെ തിരിഞ്ഞേ നോട്ടെ. അയ്യോ, ഞാനൊരു മൈക്രോസ്കോപ്പ് എടുത്തോണ്ടിട്ട് ബമ്പ് കാണാൻ. ഓ മൈ ഗോഷ്, ലുക്ക് അറ്റ് ദാറ്റ്. Before there was, and then after that she's sad. Like she gets sad if she hurts someone. കഥ കഴിഞ്ഞാ? Thank you. ഗുഡ് കഥ, താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഫാസ്റ്റായിട്ട് കഥ പറയാൻ പഠിച്ചോളൂ കേട്ടോ. കാരണം ഐ ലൈക്ക് 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 അങ്ങനെ ആക്കരുത്. ബട്ട് യു ലേണിംഗ്, ദാറ്റ്സ് ഓൾ റൈറ്റ്, ടേക്സ് ടൈം. അപ്പോൾ ഗുഡ് സ്റ്റോറി. അങ്ങനെ ചേട്ടാ ഒന്ന് റോഡ് ക്രോസ് ചെയ്യേ. ഉറങ്ങണോ? ഇല്ലേ, ഇങ്ങനെ നടക്കുക. ആമ പോണ പോലെ പോണേ. മൈ ഫേവറേറ്റ് POV. മാഡത്തിന് വീട്ടിൽ വന്നിട്ട് കാപ്പി കുടിക്കാണ്ടൊന്നും പറ്റില്ല. ഒക്കെ ഇഷ്ടമുള്ള ആളാ. കാപ്പി എവിടെ മറ്റേത് എവിടെ? വാട്ടർ ബാഗ് ഇത് ബാഗ് എടുത്ത് വേമ്പോ. വലിയ വഴക്കൂടി പോയ ആളാ രാവിലെ. ഞാൻ മൈൻഡ് ആക്കണില്ല ഗൈസ്. വാട്ട്? തണ്ടിന് ഒരു കുറവില്ല ആർക്കും. അതൊന്ന് രാവിലത്തെ കൊണയടിയുടെ സെഷൻ ഇല്ല എന്ന് കഴിഞ്ഞാട്ടാ. ഇല്ല, എന്റെ തണ്ട് മാറിയാ? തണ്ട് കുറഞ്ഞ? എന്റെ തണ്ട് മുറിഞ്ഞാ? ഇല്ലേ? ആ ഗുഡ്.
പ്രിങ്ങുവിന് ഇന്ന് $10 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ $10 പ്രിങ്ങുവിനെ കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് മേടിച്ചുകൊണ്ട് ആ സ്ലൈം മേടിക്കരുതെന്ന് പറഞ്ഞാൽ കുട്ടി അത് മേടിക്കുള്ളൂ. എന്ത് പുണ്യ തന്നെയാണെന്ന് ആരോട് ചോദിക്കണേ? എൻ്റെ കാല തൊട എങ്ങനെ ഞെക്കി തന്നു. എനിക്ക് കാഫ് മസിൽ അങ്ങനെ നല്ല വേനുണ്ട്. ആ ഉള്ളിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ഭാഗ്യത്തിന്. അമ്മയ്ക്ക് സുഖല്ലേ? ഓയ ലേശം സുഖക്കുറവുണ്ട്. എന്തേക്ക് സുഖക്കുറവ് ഉണ്ടാവാൻ പാടില്ലേ? ആ അതെ, ഞാൻ ചില ദിവസങ്ങളിലേക്ക് ലേശം സുഖക്കുറവുണ്ടാവും. അത്രയ്ക്ക് കൊണയാണേ എൻ്റെ കുടുംബത്തിലുള്ളവരെന്നെ. എനിക്കറിയില്ല. എൻ്റെ 2 മുത്തോളുണ്ട്, അതിനെ പോയി എടുത്തോണ്ടേ. ആ ജോബിന് ഏറ്റവും മുന്നേ ഞാൻ തന്നെ എടുത്തോളാടെ. ഓ തന്നെ ഇപ്പം തന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇപ്പം കയറിയോളല്ല. ഒരു അരമണിക്കൂർ എക്സ്ട്രാ കളി കുണിയും കഴിഞ്ഞിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആരും ഉണ്ടായിരുന്നില്ല, എന്ന് ഒറ്റയ്ക്കായിരുന്നു. അത് അപ്പോഴേക്കും മറന്നു. ഏറ്റവും ഉറങ്ങിപ്പോയിട്ടാ അവിടെ ഇരുന്ന് ഉറക്കരുത്. ടാറ്റ പറഞ്ഞപ്പോഴും എണീറ്റല്ലേ ചുമ്മാ. ഓ വെറുതെ ദിസ് എയ്റ നമ്മുടെ പോലെ നാവൊക്കെ ഇപ്പോൾ കാണിച്ച പുറത്തേക്ക് ഇടും. എയ്റ ലുക്ക് എയ്റമാ എയ്റ 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 ആ കണ്ടാ നാവ് എയ്റമാ. Sky നോക്കിയാ, beautiful sky. Look at this. Sky. Look at this sky. Open your mouth. ഒന്നോട് പറ 3 times ഉണ്ട്. ഇല്ല അവള് വാ തുറന്നു. ഞങ്ങൾക്ക് കൊടുത്തോളെ, ഫുഡ് ഇട്ട് കൊടുത്തോളെ. Open your mouth. നീ ഏച്ചമ്മനോട് ഏച്ചമ്മ പറയും. Open your mouth. വലിയ വാ തുറന്നുണ്ട്. ഓപ്പൺ ചെയ്യാൻ മാത്രല്ല പറഞ്ഞ, ഞാൻ വായ Open your mouth. ഇന്ന് ഇവർക്ക് ചോറും കോഴിമുട്ടയാട്ടാ. നമ്മുടെ ചോറും മുട്ടത്തോരൻ എന്നും പറയില്ലേ, അതാണെന്ന് ഡിന്നർ. വെള്ളം എവിടെയാ? That's good. That's good. That's good. So after this we do training and Chumuta. Good girl, Chumuta. ഇപ്പോൾ കുറച്ച് ചോറ് ഒരു മുട്ട കേട്ടാ. അതാണ് ടുഡേയ്സ് വൺ. ചെറുപ്പത്തിൽ എന്ത് ഇഷ്ടമായിരുന്നു അറിയോ? ചോറും മുട്ടയും. ഇപ്പോഴും ഇഷ്ടാട്ടാ ചോറ്. എനിക്ക് പ്രിങ്ങുനും ഇഷ്ടമാണ്. പ്രിങ്ങു ലവ്. ഒരു മിനിറ്റ് എവറി ടൈമില്ല. അന്ന് മുട്ട വല്ലപ്പോഴും മേടിക്കുക വീട്ടിൽ. അതന്നെ പറഞ്ഞാൽ ഇല്ലയെന്ന്. അമ്മാമ്മ ഓൾവേസ് മേടിക്കില്ല. എല്ലാ ദിവസവും മുട്ട കിട്ടില്ല. അന്ന് മുട്ടയ്ക്ക് 40 പൈസയാ. 40 പൈസ, 40 cents. Not 40 cents, 40 cents per. Yeah. No. അച്ചുമുട്ട ഏർമ പുർക്കുറു. കോക്ലി. എന്നൊരു കോക്ലി. അല്ല അടുത്തോമ്മ എവിടെയായിരുന്നു? എച്ചുമൂന് ചോറും മുട്ടയും. ഇവർക്ക് ചോറും മുട്ട ആദ്യം കൊടുക്കണേ അല്ലേ? മുട്ട. അയ്യോ കപ്പ് മൂക്ക്. അതാ ഫ്രണ്ടിലെ ക്യാമറ അച്ചിട്ടുണ്ടല്ലോ. യു ഹാവ് മിസ്ഡ്. മൂക്കുമ്പോ ഇങ്ങനെ വന്ന് ഇടിച്ച് ഇറക്കി വെറുതെ കളിയാണ്. പല വേഷം കണ്ടും കാണിക്കും. അല്ലെങ്കിൽ അതിന് ചോറ് ഇഷ്ടാട്ടാ. തീറ്റയ്ക്ക് ഒരു ലേശം പിന്നാക്കാ. അത് പിന്നെ വീട് കാക്കര പോലെ അച്ചുമ്പോ. മിഠായി ഓറഞ്ച് ഒക്കെ കൊടുത്താ വേഗം പോവും. അമ്മമ്മയും അച്ഛനും എല്ലാരും മധുര. എന്തിന് ഈ തണ്ടി ചെയ്യുന്നവര് ഇന്നെ പറയണേ അമ്മമ്മ. അരുത്. പപ്പ പിന്നെ മധുരല്ല, പപ്പ കൂടുതൽ ചിപ്സിന്റെ ആളാ.
She's blind. കൊച്ചിന് അമ്മ തരാം. She's gone blind. കുട്ടിക്ക് വേണ്ട? ജോബിന് വേണ്ടേ? Joby. ജോബ് ഇതിന് ചുറ്റും കറങ്ങുക. ഇപ്പൊ കരയാത്ത രണ്ടെണ്ണു. കരയാൻ സമയം. കരയാനുള്ള സമയമായില്ലോ. ആ ഡേ ചോറിൻ്റെ പറ്റി ഇറങ്ങിപ്പോയോ? കണ്ണൊക്കെ തുറക്കിണ്ടല്ലോ. അവിടെ നിക്ക് പിങ്കോ നടന്നു വരുമോ നോക്കാം. വേറെ ആളെ അഴിഞ്ഞു വരുന്നുണ്ട് ഇതേ. ചിലപ്പോ ആയി എൻ്റെ ഒറ്റക്കാലം എനിക്ക് ചോറ് ഒരു ലേശം അധികമായിട്ടുണ്ടാ. ഒരു സൈഡിലേക്ക് ഒരു ബാലൻസ് പോണ്ട് കൂട്ടരെ. ആ ഇതിന് തീറ്റ കുറവാ, പറക്കല കൂടുതല്. ഇത് വായു അതിന്റെ മെറ്റബോളിസം. ആ ചിലപ്പോ നടക്കട്ടെ. വേട്ടവളിന്നാ വിട് 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 വിട്. അയ്യോ പിന്നാളെ. അയ്യോ പച്ചാളെ. നാള് 3. ഓ എന്ത് ഈ തള്ള ചോറാണോ എനിക്ക് തരണേന്നത്? കലിപ്പാട്ടോ. പഴയ അമ്മമ്മമാര് വീട്ടിലുണ്ടാവുമല്ല. ഉണക്കമീൻ ഇല്ലാണ്ട് അവൾ എനിക്ക് ഫുഡ് തരണേന്ന് പറയണ പോലെയാണ്. ഞാനുണ്ട്. നീ എന്തിനാ? നീ ഊണൊന്നും കഴിച്ചിട്ടില്ലേ? മാറിക്കാടുന്ന്. ഞാൻ ഇപ്പൊ കഴിക്കാന്ന്. ഒരു പുതിയ സാധനം 2-3 റൗണ്ട് അടിക്കും ഇവിടെ നിന്നിട്ട്. ഗുണ്ടുമണി. ഗുണ്ടല്ല അമിട്ട് ചേട്ടാ. അവിടെ ഒരു മീരയുടെ തൂക്കും മുത്തുവിന്റെ സ്വപ്നം കിടക്കുന്നുണ്ട്. വയ്യ. എന്തുണ്ടായി? ഇറങ്ങാൻ പറ്റണില്ലേ ബോക്സിന്ന്? വാട്ട് ഈസ് ഗോയിങ് ഓൺ? കാലിൽ ലോക്കായ ഇതൊക്കെ ഓരോരോ ആട്ടങ്ങളെ കുട്ടികളുടെ. ഈരമ്മ അതെ ഞാൻ ഇതങ്ങനെ കൂടെ ആടാൻ നിൽക്കാൻ പറ്റില്ല. ഇവിടെ പണികളുണ്ടാക്കിയിട്ട്. വർക്കിംഗ് സെഷൻ ആണ് കേട്ടോ ഗേൾസിന്റെ. എത്ര ആയിക്കോട്ടെ? 8. യൂസ് മൊമെന്റം ആയി കഴിഞ്ഞാ നിർത്തിയാ? നീ എത്ര? 6. 2 more പിങ്ങ. 1 more. ഓക്കെ ഗുഡ് വൺ. ബേബീസിന്റെ നടത്തം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അമ്മ കമോൺ ഹറി അപ്പ്. 2 more. ഓ ടു ലൈറ്റ്. സാരില്ല. നീ എല്ലാം അവസാനിപ്പിച്ചോ? സീനോട്ട് കാര്യമില്ല. യു ക്യാൻ ഹിയർ. ഗുഡ് വൺ ഗോൾഡ. ഗുഡ് പുഷ്. ഗുഡ് പുഷ്. കഴുത്തല്ലാട്ടാ ലോഡ് ചെയ്യണ്ടേ, ഷോൾഡറാണ് അവിടെ ലോഡ് ചെയ്യണ്ടേ, നോട്ട് യുവർ നെക്ക്. ഗുഡ് വൺ. 7. 2 more. 2 more. That's it. The weight should come from your leg. കാല് എത്തുന്നില്ല. അത് കാലിൽ ലോഡ് ചെയ്തിട്ടില്ല. ശരിയല്ല. അതാണ് ഇതേ ഗോൾഡയ്ക്ക് ഇവിടെ 2 വെയിറ്റ് വെച്ച് കൊടുത്തു. ഇതിപ്പോൾ ഇൻക്ലൈനാണ് ചെയ്യണത്. ഇപ്പോൾ പാരലായി. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഹിര്. സോ കണ്ട ലെഗിൽ നിന്ന് പവർ കിട്ടുമ്പോൾ കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റും. സോ 10 kg ഈച്ച്. ബ്യൂട്ടിഫുൾ ഗോൾഡ. another 2 more. Then push shoulder, neck relax ചെയ്തിട്ട് push it up. So good. Okay. Beautiful. Good session ആയിരുന്നു കേട്ടോ. Kids got an opportunity. Pringo did 2 training actually, swimming as well as box fit. And ഞാൻ എൻ്റെ ഉച്ചക്കലത്തെ ട്രെയിനിങ് കഴിഞ്ഞു. And her training completed. കുറച്ച് ട്രെയിനിങ് ചെയ്തു. And you did the swimming. So overall good. Now dinner. Then we sleep. So nearly 7 o'clock. Done and dusted. Apart from spoil up in the morning. And the ആരോ കമന്റ് ഇട്ടു domestic violence is a crime. And domestic violence അല്ല. People like us is getting suffered. End of the day, nobody is there to talk about us. It's all about girls and women. Us men struggling. You guys were the ones that were the kings. Now it's the queens that are the girls. There was always a queen, but king are losing the space now. There is no such a thing called kings. No, thanks to God. Okay, now come. King is going to cook now. No, thanks to Cook. That's why it's called cooking. That's a good one. See? No, a king always joking. cook. So it's a cooking. No, you're the joke king. Yeah, whatever. നമ്മുടെ ചെമ്മീൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും വെള്ളം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാ. നൗ വി ആർ ഗോയിങ് ടു കുക്ക് ഇറ്റ്. വെരി ഹോട്ട് പാൻ, എ ഹാൻഡ് ഫുൾ. ഡു നോട്ട് പുട്ട് ടു മച്ച് കേട്ടാ. ഇത്ര മതി അറ്റ് ദ മൊമെന്റ്.
Now we put oil. എന്നോട് ചോദിച്ചാൽ ആരോ നിങ്ങൾ എന്തൊക്കെ കുക്കിംഗ് പാൻസ് ആണ് ഉപയോഗിക്കണതെന്ന് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു ഗോ ടു കുക്കിംഗ് പാൻ ആണ് കേട്ടോ ഇത്. ആൻഡ് ദിസ് ഈസ് വെരി ഈസി ടു യൂസ്. സോ വി ഹാവ് സം ചെമ്മീൻ ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ഒരുപാട് ഇളക്കണ്ട കേട്ടോ, ഒരു സൈഡ് കുക്ക് ആവട്ടെ. സം സോൾട്ട്. ഇനി സം ബട്ടർ ഇൻടു. ബട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേശം ഗാർലിക് ആൻഡ് സം ചില്ലി ഫ്ലേക്സ്. See, almost 4 to 5 minutes ആയി. ഇനി സം ലൈം ജ്യൂസ്. പിന്നിത്തോ എത്ര നേരം വേണ? ഇത് ബാച്ച് നമ്പർ 2 ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്തിനാണെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതേ നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ബാക്കി വന്ന ചാറില്ലേ, ആ ചാറിൽ നമ്മുടെ കുറച്ച് ചോറ്, ഇന്നലത്തെ ചോറ്, അത് ഞാൻ എല്ലാം കൊണ്ട് ഇതിലിട്ടു. സോ ദ ചോറ് ടേസ്റ്റ് സോ നൈസ് ലൈക്ക് എ പയ്യ. ഈ ചെമ്മീൻ്റെ അല്ലെങ്കിൽ സീ ഫുഡിൻ്റെ ചാറിൽ ചോറ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇറ്റ് ബിറ്റ് ഓഫ് ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിന് പോലെ ആക്കിയെടുക്കാൻ പറ്റും. സോ ബട്ടർ. സോ ദേ നമ്മുടെ പ്രോൺ ആൻഡ് നമ്മുടെ റൈസ്. തൈര് വേണോ അവിടെ? അപ്പം അതൊക്കെ അഭിനയിക്കണം. നീ വാണി ചോദിച്ചത് അത് മറ്റേ പടത്തല പോലെ ഉണ്ട് കേട്ടോ, ഷർട്ടൊക്കെ ഇട്ടിട്ട്. ആ അപ്പോഴേക്കും വിശന്നു. ഹൗ ഇസ് എ പ്രോൺ? നൈസേ. അതെ, ഇതിന് വിശന്നു. സൗഡിന്ന ലേഡി ലിറ്റിൽ ക്വീൻ പുറത്തേക്ക് പോയിരിക്കുക. ആ കുളിക്കാൻ എരിവുണ്ടോ? ഇത് നമുക്ക് കുഴപ്പമില്ല, അതിന് അവക്ക് എരിവുണ്ട് മോനെ. നമ്മള് കരഞ്ഞ് ഞാൻ കൊടുക്കറേ കുട്ടിക്കേ. ഞാൻ മാമുന്ന മമ്മ വെച്ചമ്മേ ഏറുമ്മ കുറച്ച് പേരുണ്ട് കേട്ടോ. ശരിയാ, ഒരു തരി. ഐ മീൻ അവർക്ക് ഏരിയാറുണ്ട്. ഞാൻ എൻ്റെ ചോറിനിട്ട് പോട്ടെ. പിന്നെ ആദ്യം ഒന്ന് പോയിട്ട് ആ ക്യാമറയിൽ നമ്മളെല്ലാവരും ഉണ്ടോ എന്ന് നോക്കിയാൽ അമ്മനെ. എന്നിട്ട് ഓഫീസിൽ ഓൺ ചെയ്തു കേട്ടോ. ഞാൻ തല കുടിച്ച് നോക്കിയാ, തല നല്ല ടേസ്റ്റ് ഉണ്ട്. ഉടനെ എടുത്തിട്ട് എൻ്റെ കൈ കടയാണ്. എല്ലാ ദിവസവും ചോറിന് ഒരു വള്ളി അങ്ങോട്ട് വിടും. അയ്യ ചോറ് നല്ല ടേസ്റ്റ്.